ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ തേർഡ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇനിയുള്ള 3-4 വീഡിയോസിൽ തേർഡ് മോഡ്യൂളിലെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. നമുക്ക് തേർഡ് മോഡ്യൂളിൽ അറേസ് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ടോപ്പിക്കുണ്ട്. അതിലാണ് ഈ സോർട്ടിങ്ങും സെർച്ചിങ്ങും പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്നത്. ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തി. അത് 2D അറേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അതിൻ്റെ പ്രോഗ്രാം ടെക്സ്റ്റിലുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുന്നില്ല, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. നമുക്ക് ഇനിയുള്ള 2-3 വീഡിയോയിലായിട്ട് ഈ സോർട്ടിങ്ങും സെർച്ചിങ്ങും ഈ 2 ടോപ്പിക്കുകൾ നോക്കാം. ഇത് അറേസിൽ വരുന്ന ടോപ്പിക്ക് തന്നെയാണ്. ഇത് തേർഡ് മോഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. അറേസ് സെക്കൻഡ് മോഡ്യൂളാണ് എങ്കിലും ഈ 2 ടോപ്പിക്ക് തേർഡ് മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2D അറേ അല്ല, 1D ഒരു ഡയമെൻഷനുള്ള അറേ വെച്ചിട്ടുള്ള സോർട്ടിങ്ങും സെർച്ചിങ്ങും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ആക്ച്വലി സോർട്ടിങ്ങും സെർച്ചിങ്ങും എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാം നമ്മൾ കാണാതെ പഠിക്കണം. അത് തന്നെ എക്സാമിന് ചോദിക്കും, നമ്മൾ അത് തന്നെ എഴുതി വയ്ക്കണം. അങ്ങനത്തെ പ്രോഗ്രാംസ് ആണ് ഈ സോർട്ടിങ്ങും സെർച്ചിങ്ങും എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ ഈ തേർഡ് മോഡ്യൂളിൽ വരുന്ന ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 2 ടോപ്പിക്കും കൂടെ ഉണ്ട്. ഇത് ഞാൻ ഫംഗ്ഷൻസ് എടുക്കുന്ന സമയത്ത് ഈ തേർഡ് മോഡ്യൂളിലെ ഈ 2 ടോപ്പിക്സും കൂടെ എടുക്കാം. ഇന്നിപ്പോൾ സോർട്ടിങ്ങും സെർച്ചിങ്ങും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ സെർച്ചിങ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വീഡിയോസ് നമ്മൾ സോർട്ടിങ്ങും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം സെർച്ചിങ്. ഈ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 മെത്തേഡ്സ് ഉണ്ട്. ലീനിയർ സെർച്ച് മെത്തേഡും ബൈനറി സെർച്ച് മെത്തേഡും. ഈ സെർച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ സംഭവം തന്നെയാണ്. അതായത് ഒരു അറേ തന്നിരിക്കും, അതൊരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിരിക്കും. ആ വാല്യൂസിൽ നമ്മൾ നോക്കുന്ന വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇൻറ്റീജർ അറേ തന്നിരിക്കും, 10 ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സൈസ് 10 ഉള്ള ഒരു അറേ തന്നിരിക്കും. അതിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സ് സേവ് ചെയ്തിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു നമ്പർ ഉണ്ടോ ഇല്ലയോ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യും. നമ്മൾ തന്നെ സെർച്ച് ചെയ്യേണ്ട നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരും. ഇന്ന നമ്പർ ഇന്ന പൊസിഷനിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന നമ്പർ ഈ അറേയിൽ ഇല്ല എന്ന് അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അതിനെയാണ് സെർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡാറ്റാബേസ്, ഇപ്പം 10,000 വാല്യൂസ് അല്ലെങ്കിൽ 1,00,000 വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിൽ നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ പർട്ടിക്കുലർ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സെർച്ച് മെത്തേഡാണ് അല്ലെങ്കിൽ സെർച്ച് അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു 1,00,000 വാല്യൂസ് 1,00,000 ഇൻറ്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു വാല്യൂ, നമുക്ക് വേണ്ട ഒരു ഇൻറ്റീജർ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തണം. അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എത്ര തവണ ആ നമ്പർ ആ ഡാറ്റാബേസിൽ ഉണ്ട്, 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്, അങ്ങനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വരെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ സെർച്ച് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ആ സെർച്ചിങ് അൽഗോരിതം, അതൊരു അൽഗോരിതമാണ്. നിങ്ങൾക്ക് എക്സാമിന് പ്രോഗ്രാമും ചോദിക്കാം, വേണമെങ്കിൽ അൽഗോരിതവും ചോദിക്കാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലോജിക്കാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഞാനിവിടെ അൽഗോരിതം എഴുതി കാണിക്കുന്നില്ല, പ്രോഗ്രാം മാത്രമേ കാണിക്കുന്നുള്ളൂ. അൽഗോരിതം അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു സാമ്പിൾ സെർച്ച് അൽഗോരിതം അല്ലെങ്കിൽ സാമ്പിൾ സെർച്ച് പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെർച്ചിങ് അൽഗോരിതത്തിൻ്റെ അകത്ത് ബേസിക്കലി 2 മെത്തേഡുണ്ട്. ലീനിയർ സെർച്ച് മെത്തേഡും ബൈനറി സെർച്ച് മെത്തേഡും. ഇത് ലീനിയർ സെർച്ച് മെത്തേഡ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പ്രോഗ്രാം എഴുതാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ലീനിയർ സെർച്ച് മെത്തേഡിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ബൈനറി സെർച്ച് മെത്തേഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സംഭവം അതാണ് കൂടുതൽ കൺവീനിയൻറ്റ്. കുറച്ച് പ്രോസസ്സിങ് പവർ എടുക്കുന്നത്, കുറച്ച് പ്രോസസ്സിങ് ടൈം എടുക്കുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ബൈനറി സെർച്ച് മെത്തേഡാണ്. പക്ഷേ പ്രോഗ്രാം എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. എക്സാമിന് ഈ ബൈനറി സെർച്ച് മെത്തേഡിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട് അതുപോലെ തന്നെ ചോദിക്കും. അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയത് അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. നോട്ട് എക്സാക്ട്ലി 100% അതുപോലെ എഴുതാൻ പറ്റിയില്ല എങ്കിലും ഓൾമോസ്റ്റ് 80% നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയി തന്നെ ആ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ലീനിയർ സെർച്ച് മെത്തേഡിന് ഒരു പ്രോഗ്രാമുണ്ട്, ബൈനറി സെർച്ച് മെത്തേഡിന് ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമാണ് നമുക്ക് കാണാതെ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ ലീനിയർ സെർച്ച് മെത്തേഡ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പ്രോഗ്രാം മനസ്സിലാക്കാനും എഴുതാനും കാണാതെ പഠിക്കാനെല്ലാം ഈസിയാണ്. ബൈനറി സെർച്ച് മെത്തേഡ് സംഭവം കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടും കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സെർച്ച് മെത്തേഡ് ആണെങ്കിലും പ്രോഗ്രാം എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാണാതെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ചുകൂടെ കൂടുതലുണ്ട്.
അപ്പം നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ ലീനിയർ സെർച്ച് മെത്തേഡ് അതിൻ്റെ പ്രോഗ്രാമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബൈനറി സെർച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ലീനിയർ സെർച്ച് മെത്തേഡ് എന്ന സെർച്ച് അൽഗോരിതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രോഗ്രാമാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലീനിയർ സെർച്ച് മെത്തേഡ് അതിൻ്റെ ആദ്യം നമുക്ക് ഈ സെർച്ചിങ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ആദ്യം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ 10 നമ്പേഴ്സ് എന്ന് ചോദിക്കും. നമ്മൾ ഈ 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു അറയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എ എന്ന് പേരുള്ള ഒരു 10 സൈസ് 10 ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു അറയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റർ 10 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നു. നമ്മൾ കീബോർഡ് വഴി 10 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. റാൻഡമായിട്ട് ഒരു ഓർഡർ ഒന്നും വേണമെന്നില്ല, റാൻഡമായിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഓൺലൈൻ കമ്പ്യൂട്ടർ ചോദിക്കുന്നു എൻ്റർ ദി നമ്പർ ടു ബി സെർച്ച്ഡ്. ഈ എൻ്റർ സേവ് ചെയ്ത നമ്പർ, ഈ നമ്പേഴ്സ് നമ്മൾ അറയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻറ്റീജർ അറയിലോട്ട് സ്റ്റോർ ചെയ്യും. അതിൽ ഒരു വാല്യൂ, ഏതെങ്കിലും വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ചെക്ക് ചെയ്യാൻ ഏത് വാല്യൂ ആണ് അത് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എൻ്റർ ദ നമ്പർ ടു ബി സെർച്ച്ഡ് എന്ന് ചോദിക്കുക. നമ്മൾ 28 എന്ന നമ്പർ സാമ്പിളായിട്ട് 28 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിൽ 28 എന്ന നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് അത് സെർച്ച് ചെയ്യും. ഇപ്പം നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് തരും. പ്രോഗ്രാം റൺ ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തരും. 28 ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 7 ഇൻ ദ ലിസ്റ്റ്, 28 ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 9 ഇൻ ദ ലിസ്റ്റ്. അതായത് 28 എന്ന് പറയുന്ന ആ വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആ വാല്യൂ ഇതിപ്പോൾ സപ്പോസ് ഇപ്പം 29 എന്ന വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദിസ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടും കാണിക്കത്തില്ല. ഈ പ്രോഗ്രാം വെച്ചിട്ടാണെങ്കിൽ ഒരു ഔട്ട്പുട്ടും കാണിക്കത്തില്ല. കാരണം എൽസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് എൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ പ്രോഗ്രാമിൽ ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 29 എന്ന നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ പ്രോഗ്രാം റൺ ചെയ്ത് എൻഡ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ആ നമ്പർ അതിലില്ല, ഈ സ്റ്റോർ ചെയ്യുന്ന നമ്പറിൽ നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് കൊടുത്ത നമ്പർ ഇല്ല എന്നുള്ള ഔട്ട്പുട്ട് കാണിക്കത്തില്ല. അത് കുഴപ്പമില്ല. ഈ നമ്മുടെ ഈ ലീനിയർ സെർച്ച് മെത്തേഡ് ആയിരുന്നാലും ബൈനറി സെർച്ച് മെത്തേഡ് ആയിരുന്നാലും പല പല രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓരോ ബുക്ക് എടുത്ത് നോക്കിയാലും അതിൽ ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഓരോ രീതിയിലുള്ള ലോജിക്ക് അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള അൽഗോരിതം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഞാൻ നോക്കിയ ബുക്കുകളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ജോസാറിൻ്റെ ബുക്കിലൊക്കെ ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. ബാലഗുരുസ്വാമിയുടെ ബുക്കിലും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ഒരു അൽഗോരിതം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ പഠിക്കണം. നമുക്ക് ഈ അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാനായിട്ട് ചോദിച്ചാൽ ഏത് പ്രോഗ്രാം എഴുതാം, കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ലോജിക്കോ ഏത് അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാം, അത് ആൻസർ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ പ്രോഗ്രാം നമുക്ക് എഴുതാം. അപ്പം കുറച്ച് സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞാനിവിടെ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുക, നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ നമ്പർ ഉണ്ട് എങ്കിൽ അതിൻ്റെ പൊസിഷൻ എത്രയാണ് എന്നും കൂടെ എഴുതി കാണിക്കും. ഇവിടെ പൊസിഷൻ 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ നമ്പർ ഒരു ഇൻറ്റീജർ അറയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അപ്പോൾ ഈ 28 എന്ന് പറയുന്ന ആ വാല്യൂ വരുന്നത് ഏത് ഇൻഡെക്സ് നമ്പറിലാണെന്ന് വെച്ചാൽ 0, 1, 2, 3, 4, 5, 6 എന്ന ഇൻഡെക്സ് പൊസിഷനിലും പിന്നെ 7, 8 എന്ന ഇൻഡെക്സ് പൊസിഷനിലുമാണ് വരുന്നത്. പക്ഷേ നമുക്ക് 6 എന്നും 8 എന്നും അല്ല ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് ഉള്ള നമ്പേഴ്സാണ് നമ്മൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. കാരണം യൂസറിന് ഈ വാല്യൂസ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇൻഡെക്സ് പൊസിഷൻ 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊന്നും യൂസറിന് അറിയത്തില്ല. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കാം. നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പേഴ്സിൽ 7th പൊസിഷൻ 9th പൊസിഷൻ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഔട്ട്പുട്ടിൽ നിന്ന് മനസ്സിലാകാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മൾ തന്നെയല്ലേ ഈ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് അതിൽ ഈ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തേണ്ട ആവശ്യം, അതിൻ്റെ ലോജിക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കും. സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാറ്റാ ബേസിലായിരിക്കും നമ്പർ സെർച്ച് ചെയ്യുന്നത്. ഡാറ്റാ ബേസിൽ മേ ബി 10,000 അല്ലെങ്കിൽ 1 lakh നമ്പേഴ്സ് കാണും. അതിൽ നിന്നായിരിക്കും നമുക്ക് ഒരു നമ്പർ സെർച്ച് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ നമ്മൾ പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഒരു സാമ്പിൾ പ്രോഗ്രാം പഠിക്കുമ്പോൾ അങ്ങനെ 10,000 നമ്പേഴ്സ് അല്ലെങ്കിൽ 1 lakh നമ്പേഴ്സ് ഒന്നും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. ഡാറ്റാ ബേസിനൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു എന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കത്തില്ല. ജസ്റ്റ് ആ ലോജിക്ക് നമുക്കറിയാമോ, അതിൻ്റെ അൽഗോരിതം, ആ പ്രോഗ്രാമിൻ്റെ രീതി, അൽഗോരിതം നമുക്കറിയാമോ എന്നാണ് ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാമ്പിൾ പ്രോഗ്രാം മാത്രമാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിൽ ഈ 28 എന്ന വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്കറിയാം. പക്ഷേ എന്നാൽ പോലും
ആ ഒരു പ്രോഗ്രാം ഇങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് പോകുന്നത്, ഇങ്ങനെയാണ് അൽഗോരിതം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 28 എന്ന നമ്പർ 2 തവണ നമ്മൾ തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് 28 എന്ന നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ആ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഔട്ട്പുട്ട് നോക്കിയത് നമ്മൾ തന്നെയാണ്. പക്ഷേ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ഇങ്ങനെയല്ല. പക്ഷേ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോജിക്ക് നമുക്കറിയാമോ, ഈ അൽഗോരിതം നമുക്കറിയാമോ എന്നാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുക, പ്രോഗ്രാം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സംഭവം ഇതിൻ്റെ രീതി എങ്ങനെയാണിത് 28 എന്ന വാല്യൂ ഈ നമ്പേഴ്സ് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിലുണ്ട് എന്ന് കണ്ടെത്തുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമ്മളൊരു വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അതായത് സെർച്ച് ചെയ്യേണ്ട നമ്പർ ഏതാണോ ആ വാല്യൂ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഈ അറയിലുള്ള ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിലുള്ള നമ്മൾ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് ഈ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിരുന്നത്. ഒരു അറയിൽ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റാർട്ടിങ് ഫ്രം 0 ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. അതിലുള്ള ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസും ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറുമായിട്ട് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. സെയിം ആണോ അല്ലയോ ആദ്യത്തെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. ഈ 23 28 ഈക്വൽ ആണോ നോക്കുമ്പോൾ ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പറായി 22 28 ഈക്വൽ ആണോ നോക്കും, അതും ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത 45 28 ഈക്വൽ ആണോ നോക്കും. അങ്ങനെ ഇതിലുള്ള ഓരോ നമ്പറും ഈ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ നമ്പറും ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. സെയിം ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്യും. അങ്ങനെ സെയിം ആണ് എങ്കിൽ ആ സമയത്തുള്ള ഇൻഡെക്സ് പൊസിഷൻ ഏതാണെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ സെർച്ചിങ് മെത്തേഡ്, ഈ ഒരു ലീനിയർ സെർച്ച് മെത്തേഡ് വർക്ക് ചെയ്യാവുന്നത്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ ഇതിലുള്ള അറയിലുള്ള എല്ലാ എലമെൻസുമായിട്ട് കമ്പയർ ചെയ്യും. ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ അറയിലുള്ള എല്ലാ എലമെൻസുമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഈക്വലായിട്ട് വരികയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷനും ആ നമ്പറും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എന്ന വർക്ക് മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ ഇപ്പം 1 lakh നമ്പേഴ്സാണ് ഈ അറയിലുള്ളത് എങ്കിൽ, അതെന്തെങ്കിലും ഡാറ്റാബേസോ അല്ലെങ്കിൽ 1 lakh നമ്പേഴ്സാണ് ഈ അറയിലുള്ളത് എങ്കിൽ 1 ലക്ഷം ടൈംസ് ഈ നമ്പറുമായിട്ട് കമ്പാരിസൺ നടക്കും. 1 ലക്ഷം ടൈംസ് അതിലുള്ള എല്ലാ നമ്പേഴ്സും ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്ത് നോക്കി ഈക്വൽ ആണ് എങ്കിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കാണിക്കും. ഈക്വൽ അല്ല, ഒരു നമ്പറും ചെക്ക് ചെയ്തിട്ട് ഒരു നമ്പറും ഈക്വലായിട്ട് വന്നില്ല എങ്കിൽ പ്രോഗ്രാം അങ്ങ് എൻഡ് ആയിക്കോളും. ഒരു ഔട്ട്പുട്ടൊന്നും കാണിക്കാതെ എൻഡ് ആയിക്കോളും. അതിൻ്റെ അർത്ഥം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ ഇല്ല എന്നാണ് മീനിങ്. ഇനിയിപ്പോൾ നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കാം എങ്ങനെയാണ്. ആദ്യം ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, പിന്നെ അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ എഴുതി. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എഴുതി, ഇൻറ്റ് മെയിൻ എന്ന് എഴുതി. ഇനി ആദ്യം നമ്മൾ 10 സൈസുള്ള ഒരു അറയാണ്, ഇൻറ്റീജർ അറയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻറ്റ് എ എന്ന് പറഞ്ഞ് 10 സൈസ് ഫിക്സ് ചെയ്തൊരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ നം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. ഏത് നമ്പറാണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഐ എന്ന് പറയുന്നത് അത് ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ടുള്ള വേരിയബിളാണ് ഐ. എന്നിട്ട് ആദ്യം എൻ്റർ 10 നമ്പേഴ്സ് എന്നുള്ള അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എ എന്ന് പറയുന്ന അറയിലുള്ള ഓരോ എലമെൻ്റായിട്ട് ഇൻഡെക്സ് പൊസിഷൻ 0 മുതലുള്ള ഓരോ അറയിലായിട്ട് ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് CIN എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മുമ്പത്തെ പ്രോഗ്രാംസിലെല്ലാം യൂസ് ചെയ്ത സെയിം രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റർ ദി നമ്പർ ടു ബി സെർച്ച്ഡ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഇനിയാണ് മെയിനായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റോർ ചെയ്യുന്ന എ എന്ന് പറയുന്ന അറയിലാണ് ഈ ഇത്രയും വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതിലെ ഓരോ എലമെൻ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്യണം. ഓരോ എലമെൻ്റായിട്ട് ചൂസ് ചെയ്ത്, അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഓരോ എലമെൻ്റായിട്ട് ചൂസ് ചെയ്ത് ഈ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ നം എന്ന് പറഞ്ഞ വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള നം എന്ന് പറയുന്ന വേരിയബിളുമായിട്ട് കമ്പയർ ചെയ്യണം. അതിന് വേണ്ടിയാണ് ഈ ഫോളോ ഉപയോഗിച്ച് ഓരോ എലമെൻറ്റ് ബൈ എലമെൻറ്റ് ഓരോ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഓരോ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പം ഐയുടെ വാല്യൂ 0 ആണ്, 0 ആയിട്ട് ഇൻഡിയലൈസ് ചെയ്തു. എന്നിട്ട് ഐയുടെ വാല്യൂ <10 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇതിൻ്റെ ലോജിക് എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും ട്രൂ വരും. അങ്ങനെയാണെങ്കിൽ AI അതായത് 0 ഇൻഡെക്സ് പൊസിഷൻ വരുന്ന ആ വാല്യൂ എ എന്ന് പറയുന്ന ഇൻറ്റീജർ അറയിൽ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ ഈക്വൽ ടു നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 28 എന്ന വാല്യൂ ആണ് നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അതിലുള്ള വാല്യൂ ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ആദ്യം എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ 23 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആവേണേ പിന്നെ നേരെ
ഇവിടുന്ന് ഇതിൻ്റെ അകത്തുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പകരം ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആക്കുന്നു. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ 1 ആയിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ 22 എന്ന വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അത് ഈക്വൽ ടു നം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം അതും ഈക്വൽ അല്ല. കാരണം നം എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 28 ആണ്. അപ്പം അവിടെയും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ ഐയെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 2 ആക്കും. അങ്ങനെ കറങ്ങി വന്ന് അവസാനം ഐയുടെ വാല്യൂ 6 ആവും. 6 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ 6 എന്ന് പറയുന്നത് 0 1 2 3 4 5 6. ഈ 28 എന്ന വാല്യൂ അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 6 ഐയുടെ വാല്യൂ 6 ആവുന്നു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് AI അതായത് 6th ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂവും നം എന്ന് പറയുന്ന ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവും ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഇപ്പം കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവും. കാരണം ഈക്വൽ ആണ്. ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 28ഉം 6th പൊസിഷൻ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 28ഉം ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നം അതായത് നമ്മൾ ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഈസ് ഫൗണ്ട് അറ്റ് എന്ന് പറഞ്ഞ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഇവിടെ I+1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐയുടെ വാല്യൂ 6 ആയിരുന്നു. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യപ്പോഴേക്കും 7 അതായത് പൊസിഷൻ 7 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഇൻ ദ ലിസ്റ്റ് എന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനും കൂടി ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ന്യൂ ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂ ലൈൻ എന്ന് പറയുമ്പോൾ കർസർ അടുത്ത ലൈനിൽ വന്ന് നിൽക്കും. അതായത് ഇവിടെ പൊസിഷൻ 7 നമ്മുടെ യൂസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പൊസിഷൻ 7ൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട നമ്പർ ഫൗണ്ട് ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 7 ആവും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 8 ആവും. 8 ആവുമ്പോഴത്താണ് ഇവിടെ വീണ്ടും 28 എന്ന് അത് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. ട്രൂ ആകുമ്പോൾ പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് 28 ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 9 ഇൻ ദ ലിസ്റ്റ് എന്ന് എഴുതി കാണിക്കുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ 8 ആയിരുന്നു. 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് 9. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 8ൽ നിന്ന് 9 ആവുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ഈ കണ്ടീഷൻ ഐയുടെ വാല്യൂ 10 ആവുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്ന് റിട്ടേൺ 0 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്കും ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ഈ അവസാനത്തെ ഇൻഡീജർ പൊസിഷനിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പർ വരെ അത് ഈ ഒരു കമ്പാരിസൺ ചെക്ക് ചെയ്തു എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പം 1000 നമ്പേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ 1000 ടൈംസ് കമ്പയർ ചെയ്തേനെ ഈ നം എന്ന് പറയുന്ന വേരിയബിളുമായിട്ട് അതിലുള്ള എലമെൻറ്റ്സ് എല്ലാം 1000 എലമെൻറ്റ്സ് അറയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 1000 എലമെൻറ്റ്സും കമ്പയർ ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ എക്സിക്യൂഷൻ നോക്കിയേനെ. അപ്പോൾ ഇതാണ് ലീനിയർ സെർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നമ്പർ സെർച്ച് ചെയ്യണമെങ്കിൽ ആ അറയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ എല്ലാ നമ്പേഴ്സുമായിട്ട് അത് കമ്പാരിസൺ നോക്കും. ഇപ്പം ഒരു 10,000 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറയുടെ സൈസ് 10,000 ആണ്. 10,000 വാല്യൂസ് ഈ അറയ്ക്കകത്തുണ്ട് എങ്കിൽ 10,000 ടൈംസ് കമ്പാരിസൺ നടത്തും. അതിലുള്ള ഓരോ എലമെൻറ്റും ഈ 28 അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ എന്താണോ അതുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോസസ്സിങ് ടൈം എടുക്കും, കൂടുതൽ പ്രോസസ്സിങ് പവറും എടുക്കും, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സായിട്ട് വരും. ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിൽ വളരെ ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് കാണിക്കും എങ്കിൽ പോലും ഒരുപാട് പ്രോസസ്സിങ് ടൈമും ഒരുപാട് പ്രോസസ്സിങ് പവറും എടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാണ് അത് ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഈ ലീനിയർ മെത്തേഡിനുണ്ട്. പക്ഷേ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ കാണും പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോഗ്രാം പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റാണ് മെയിനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ മുന്നത്തെ പ്രോഗ്രാംസിലെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ലീനിയർ സെർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ഈ സെർച്ചിങ് അൽഗോരിതത്തിൻ്റെ രീതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബൈനറി സെർച്ച് മെത്തേഡ് എന്താണെന്ന് പഠിക്കാം.